നമസ്കാരം. ഒരു ദേശീയ ചിത്രം ആദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. കൃത്യമായ കണക്ക് എല്ലാ മാസവും കിട്ടാറില്ല. കിട്ടുന്നത് കൂട്ടിയെടുക്കൽ ഒരു വലിയ ജോലിയുമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 2 മാസമായിട്ട് കൃത്യമായ ആ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കണക്കിൽ കുറച്ച് താല്പര്യം കൂടി വരുന്നുണ്ട്. 31 ടെർമിനലുകളുണ്ട് ഇന്ത്യക്ക്. മൊത്തമായിട്ട് 31 ടെർമിനലുകൾ. പോർട്ടുകളുടെ എണ്ണം കുറവാണ്, പക്ഷെ ഒരു പോർട്ടിൽ തന്നെ 3 ടെർമിനൽ വരെ വരുന്നുണ്ട്. അങ്ങനെ രാജ്യത്ത് കഴിഞ്ഞ മാസം മെയ് മാസത്തിൽ ഈ 31 ടെർമിനലുകൾ ഹാൻഡിൽ ചെയ്തത് 23,79,646. ഏകദേശം 2,40,00,000 എന്നുള്ളൊരു കണക്കുണ്ട്, കഴിഞ്ഞ വർഷത്തെ കണക്കുണ്ട്. ഇത് ഓരോ മാസത്തെ കണക്കാണ്. 23,79,646 ആണ് ഇന്ത്യയിലെ 31 ടെർമിനലുകൾ ആകെ നിർവഹിച്ചത്. കമ്പാരിസൺ ഒന്നും ശ്രമിക്കുന്നില്ല. ഒരു പോർട്ടുമായിട്ടോ ഇന്ത്യയിലെ ഒരു തുറമുഖവുമായിട്ടോ ഒരു ടെർമിനലുമായിട്ടോ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ രാജ്യത്തെ മൊത്തം കണക്കെടുത്തിട്ട് അവിടെ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. 23,79,646 കണ്ടെയ്നർ ഇന്ത്യ ഹാൻഡിൽ ചെയ്തെങ്കിൽ നമ്മുടെ പോർട്ട് ഹാൻഡിൽ ചെയ്ത കണക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കഴിഞ്ഞ മാസത്തെ കണക്ക് 1,30,863. ഏകദേശം കൃത്യം 5.49%. 5.49%. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂവിസ്തൃതിയിൽ 1.18%. ഇത് ഇത്രയുള്ള ഒരു കഷണമാണ് കേരളം. ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ കേരളത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കേരളം കണ്ടെയ്നർ വ്യാപാരത്തിൽ രാജ്യത്തിന്റെ 5.49% കൈകാര്യം ചെയ്തു. ഇത് ചെറിയ കാര്യമല്ല, ഇത് നിസ്സാര കാര്യമല്ല. ഇനി കടലിന്റെ ലഭ്യമായ കടൽ എത്രയാണ്? 5.4%. 5.4% കടൽ. അവിടെ 2 പോർട്ടുണ്ട്. TRVയുടെ കോൺട്രിബ്യൂഷനാണ് പറയുന്നത് 5.49%. അപ്പൊ ഇത്രയും മികച്ച ഒരു പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു പോർട്ടിന് വേണ്ട പരിഗണന കേന്ദ്രം നൽകുന്നുണ്ടോ? നൽകുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ എന്തുകൊണ്ട് നൽകുന്നില്ല? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അവർക്ക് പറയില്ല, ഇത്രയുള്ള ഒരു പ്രദേശമല്ല, അവർക്കൊന്നുമല്ല. അവർക്ക് പോർട്ടുകളും കപ്പൽശാലകളും കടലും ധാരാളമുണ്ട്. ഗുജറാത്തുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഇപ്പുറത്ത് അവരുടെ സഖ്യകക്ഷിയായ ആന്ധ്രാപ്രദേശുണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ഒറീസയുണ്ട്. അപ്പൊ ഇത്രയും സംസ്ഥാനങ്ങൾ ഉള്ളപ്പോ അവരുടെ താല്പര്യം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സ്വാധീനങ്ങളുള്ള സംസ്ഥാനങ്ങളിലായിരിക്കും. അതിന് സംശയം വേണ്ട. അത് ഏത് പാർട്ടി ഭരിക്കുമ്പോഴും അങ്ങനെയാണ്. കേരളത്തിൽ ഭരണകക്ഷി നേരത്തെയുള്ള 10 വർഷവും എവിടെയാണോ ശ്രദ്ധിച്ചത് അതേ തിയറി തന്നെയാണ് കേന്ദ്രവും നടപ്പാക്കുന്നത്. അതെല്ലാവരും അത് തന്നെയാണ് നാളിതുവരെ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇത് നമ്മൾ വാങ്ങിച്ചെടുക്കണം. ഈ കണക്ക് അവതരിപ്പിച്ച് രാജ്യത്തിന്റെ മൊത്തം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റിന്റെ 5.49% ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊച്ചിയിലെ പോർട്ടിന്റെ കണക്കും കൂടി നിരത്താം. അതും കൂടെ നിരത്തിയാൽ 8.76%. 8.76%. ഈ കണക്ക് നിരത്തി വേണം കേരളം കേന്ദ്രത്തിനോട് വിലപേശി നിക്ഷേപം കൊണ്ടുവരാൻ, പണം വാങ്ങിക്കാൻ, വായ്പ വാങ്ങാൻ, ഗ്രാന്റ് വാങ്ങാൻ. ഇതെല്ലാം ചെയ്യേണ്ടത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്തരം കണക്കുകൾ നിരത്തിയാണ്. 1.18% ഭൂമി, ലാൻഡ് ഏരിയ ഉള്ള കേരളം രാജ്യത്തിന്റെ 8.76% കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കണക്ക് ഇന്ന് വരെ ഇവിടത്തെ MP പോലും അറിഞ്ഞിട്ടില്ല, അവതരിപ്പിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കണക്കുകളും വസ്തുതകളും നിരത്തി തരാത്ത, സഹായിക്കാത്ത, മൈൻഡ് ചെയ്യാത്ത കേന്ദ്രത്തെ പിടിച്ചു നിർത്തി അവകാശപ്പെട്ടത് വാങ്ങിച്ചെടുക്കുവാൻ പുതിയ സർക്കാർ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കണമെന്നാണ് സെയിലിംഗ് കമന്ററിക്ക് വളരെ വിനയത്തോടെ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുവാനുള്ളത്.
കേന്ദ്രത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതല്ലേ ഒരു ചോദ്യം. UPSCയുടെ ഒരു ചോദ്യത്തിൽ നമ്മുടെ തുറമുഖം വന്നോന്ന് ഒരു ഗണേശാണെന്ന് തോന്നുന്നു ഇടയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു. UPSCയുടെ ഒരു പരീക്ഷയിൽ തുറമുഖത്തെ സംബന്ധിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് അന്ന് തന്നെ ചോദിച്ചു, എന്താണ് ചോദ്യം? പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അത്തരം ഒരു പരീക്ഷ, അതിൽ വന്ന ചോദ്യം, തുറമുഖത്തെ സംബന്ധിച്ച് എന്താണ് ചോദ്യം? ചോദ്യം തന്നെ ശരിയായിരുന്നോ എന്നുകൂടി നമ്മൾ അറിയണം. ആ ചോദ്യം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആ വിവരം ഒന്ന് സെയിലിംഗ് കമന്ററിയെ അറിയിക്കുക. മൂന്നാമത്തെ കാര്യം, ഇവിടെ നിന്ന് CHS കൊളംബോ 1 മാസത്തിലധികം ഇവിടെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കാത്തുകിടന്ന് നടക്കാതെ കപ്പൽ നേരെ പോയത് ശ്രീലങ്കയിലോട്ടാണ്. നമ്മൾ വിചാരിച്ചത് ശ്രീലങ്ക, പിന്നീട് മനസ്സിലായത് ഹമ്പൻ ടോട്ടയിലാണ് പോകുന്നത്. ഇത് രണ്ടിടത്തും അല്ല പോയത് അവരുടെ കിഴക്കൻ പ്രദേശത്തെ ട്രിംഗോമാലി, അങ്ങനെയും ഒരു സ്ഥലമുണ്ട്, കേട്ടിട്ടുണ്ടാവും ട്രിംഗോമാലി. അപ്പോ തിരുവനന്തപുരത്ത് നടത്താത്ത സർവീസ് കൊച്ചിയിൽ നടത്താൻ പറ്റാത്ത ഒരു സേവനം അവർക്ക് ട്രിംഗോമാലി എന്ന് പറയുന്ന അവരുടെ ചെറിയ പോർട്ടിൽ പോലും നടത്താൻ പറ്റുന്ന തരത്തിൽ ശ്രീലങ്ക വളർന്നിരിക്കുന്നു എന്നതാണ് CHS കൊളംബോ എന്ന് പറയുന്ന കപ്പൽ നമ്മളോട് പറയുന്നത്. ഈ 1000-ഓളം കപ്പലുകൾ, MSCക്ക് മാത്രം 1000-ഓളം കപ്പലുകൾ ഉണ്ടെങ്കിൽ ആ കപ്പലുകളിൽ ബഹുഭൂരിപക്ഷവും വരാവുന്ന ഒരു പോർട്ടായിട്ട് 2028 മാറുമ്പോൾ അതിനുവേണ്ട അറ്റകുറ്റപ്പണി കേന്ദ്രം അടിയന്തരമായി തലസ്ഥാനത്ത് ആരംഭിക്കണം. ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറയുന്ന തരത്തിൽ ഇന്നലെ അവതരിപ്പിച്ച സംസ്ഥാനത്തിന്റെ പൊതുകടം ഇനിയും കൂടിക്കൊണ്ടിരിക്കും. നിക്ഷേപത്തിന് പണമുണ്ടാവില്ല, ശമ്പളം കൊടുക്കാനും പലിശ കൊടുക്കാനും മാത്രമേ പണമുണ്ടാകുള്ളൂ. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ എവിടെയാണോ ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ പണം ഇറക്കി തിരിച്ച് പണം പിടിച്ച് ആ പണം സംസ്ഥാനത്തിന്റെ മുഴുവൻ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പണം മുടക്കിയിട്ട് കിട്ടുന്ന വരുമാനം കാസർഗോഡും വയനാടും കണ്ണൂരും ഒക്കെ ചെലവഴിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല, സന്തോഷവുമേ ഉള്ളൂ. പക്ഷെ നിക്ഷേപം നടത്താതെ ആ വരുമാനം ലഭിക്കില്ല. അതുകൊണ്ട് കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം, ഔട്ടർ റിംഗ് റോഡ്, കണക്ടിവിറ്റി, റെയിൽവേ, സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ, അംബാസമുദ്രം റോഡ് തുടങ്ങി തലസ്ഥാനത്തിന് വരേണ്ട എല്ലാ പദ്ധതികളും ടു അൺലീഷ് എന്ന് പറയും. ഒരു വലിയ റെവല്യൂഷൻ ആ മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുണ്ടാക്കിയാൽ ഈ പറയുന്ന തരത്തിൽ കൊളംബോയോ പോലുള്ള CHS കൊളംബോ പോലുള്ള കപ്പലുകൾ നമ്മളെ വിട്ടുപോലാറില്ല. അപ്പൊ അത് പെർക്കുലേറ്റ്സ് ഡൗൺ, എത്ര തൊഴിലവസരങ്ങളായിട്ട് അത് മാറും എന്നുള്ളത് നമ്മൾ വെറുതെയെങ്കിലും ഒന്ന് ഊഹിച്ചെടുക്കുക. അതുകൊണ്ട് പുതിയ ഗവൺമെന്റിനോട് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയാണ്, കേരളത്തെ ഡ്രൈവ് ചെയ്യേണ്ടത് തലസ്ഥാനമാണ്, ട്രിവാൻഡ്രം പോർട്ടാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പദ്ധതികൾക്ക് വളരെ വേഗത്തിൽ അനുമതിയും അംഗീകാരവും നൽകി പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടണം. ഇനിയൊരു പഴയ റിപ്പോർട്ടിന് 3 ദിവസം മുമ്പ് ഒരു അവതരിപ്പിച്ചിരുന്നല്ലോ, നമ്മുടെ തുറമുഖത്തിന്റെ ഏറ്റവും ഒടുവിൽ പുതിയതുറ ഗ്രാമത്തിലെ കടലെടുത്തിട്ട് എങ്ങനെയാണ് 15 വർഷം മുമ്പ് പച്ചപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ ഒടുവിൽ യഥാർത്ഥ ചിത്രം പുതിയതുറ എന്ന് പറയുന്ന മത്സ്യഗ്രാമത്തിൽ നിന്ന് അവതരിപ്പിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ പേര് ഗണേഷ് ആണെന്ന് തോന്നുന്നു, പേര് കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ തിരുത്താം. അദ്ദേഹം എനിക്ക് ഉടനെ സെയിലിംഗ് കമന്ററിക്ക് ഒരു മറുപടി അയച്ചു. സ്കൂബ സഫാരി എന്നാണ് പേര്, ശിവകുമാർ ആണെന്ന് തോന്നുന്നു, ശിവകുമാർ. ഞാനും എന്റെ മകനും കൂടി കോവളത്ത് ഡൈവ് ചെയ്ത വീഡിയോ എന്റെ കയ്യിലുണ്ട്. പച്ചപ്പ് പോയിട്ട് പോലും അവിടെയില്ല. കടപ്പുറം കിടക്കുന്നത് പോലെയാണ് നമ്മുടെ കടലിന്റെ അടിത്തട്ട്. നമ്മുടെ സാധാരണ ശംഖുമുഖം ബീച്ചിന്റെ മണൽ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെയാണ് കോവളത്തെയും വിഴിഞ്ഞത്തിന്റെയും അടിത്തട്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വിഷ്വൽ അയച്ചു തന്നിട്ടുണ്ട്. ആ വിഷ്വൽ കൂടി കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെയിലിംഗ് കമന്ററി അവസാനിപ്പിക്കാം.